ഹായ് ഹലോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 നമ്മുടെ CUT-ൻ്റെ PYQs ആണ്. ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2022-ൻ്റെ PYQ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും മിസ്സായി പോയവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് വാച്ച് ചെയ്യുക. ഇന്ന് നമ്മൾ ഷിഫ്റ്റ് 1ത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷിഫ്റ്റ് 1-ലെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Which body decide the share of states in the tax revenues of the center in India ആണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് എന്തൊക്കെയുണ്ട്? നീതി ആയോഗ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ട്, ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, പേ കമ്മീഷൻ ഉണ്ട് അല്ലേ? നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താ? നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താ? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണല്ലോ എന്ത് പറയുന്നത്, നീതി ആയോഗ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ്. നീതി ആയോഗ് വന്നിട്ടുള്ള ഇയർ ഏതാണ്? 2000 ഏതാണ്? 2015 ആണ് എന്ത് പറയുന്നത്, 2015 ആണ് എന്ത് പറയുന്നത് നമ്മുടെ നീതി ആയോഗ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഫിനാൻസ് കമ്മീഷൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഇൻ കോറിലേഷൻ അനാലിസിസ് വി മെഷേർഡ്. എന്താണ് കോറിലേഷൻ? ബേസിക്കലി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കോറിലേഷൻ കോയിഫിഷ്യൻ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, പോസിറ്റീവ് കണ്ടിട്ടുണ്ട്, നെഗറ്റീവ് കണ്ടിട്ടുണ്ട്, നോ കോറിലേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബേസിക്കലി എന്താണ് കോറിലേഷൻ? കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല അല്ലേ, നമ്മൾ രണ്ട് വേരിയബിളിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് വേരിയബിൾ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു അല്ലേ, അത് പോസിറ്റീവായിട്ടാണോ അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടാണോ, അത് അല്ലെങ്കിൽ അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലേ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. കോറിലേഷൻ്റെ വാല്യൂ എന്തിൻ്റെയൊക്കെ ഇടയിലായിരുന്നു? -1ൻ്റെയും അതുപോലെ തന്നെ കോറിലേഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കോറിലേഷൻ കോയിഫിഷ്യനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്മോൾ r വെച്ചിട്ടാണ് അല്ലേ. -1ൻ്റെയും അതുപോലെ തന്നെ +1ൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക, നമ്മുടെ കോറിലേഷൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ +1 ആണെങ്കിൽ എന്തായിരിക്കും? പെർഫെക്റ്റ് കോറിലേഷൻ ആയിരിക്കും അല്ലേ. +1 ആണെങ്കിൽ എന്തായിരിക്കും? പെർഫെക്റ്റ് കോറിലേഷൻ ആയിരിക്കും അല്ലേ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും അല്ലേ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ -1 ആണെങ്കിൽ എന്തായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും അല്ലേ. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും? രണ്ട് വേരിയബിൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് വേരിയബിൾസും ഒരേപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയുന്നുണ്ട്, ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിലോ ഒന്ന് മറ്റേതിന് ഇൻഡയറക്റ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വേരിയബിൾ കൂടുന്ന സമയത്ത് മറ്റേ വേരിയബിൾ കുറയാം, ഇതിനായിരിക്കും നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നുണ്ടാവും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ r-ൻ്റെ വാല്യൂ എന്താണ്? 0 ആണെന്ന് വിചാരിക്കുക. അതായത് കോറിലേഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്തായിരിക്കും? രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്? r-ൻ്റെ വാല്യൂ ഇപ്പോൾ 0ൻ്റെയും അതുപോലെ തന്നെ 1ൻ്റെ ഇടയിലാണെങ്കിൽ, r-ൻ്റെ വാല്യൂ 0ൻ്റെയും അതുപോലെ തന്നെ 1ൻ്റെ ഇടയിലാണെങ്കിൽ എന്തായിരിക്കും? 0ൻ്റെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്? r-ൻ്റെ വാല്യൂ എന്തായിരിക്കും? -1ൻ്റെയും അതുപോലെ തന്നെ 0ൻ്റെ ഇടയിലാണെങ്കിൽ, -1ൻ്റെയും അതുപോലെ തന്നെ 0ൻ്റെ ഇടയിലാണെങ്കിൽ എന്തായിരിക്കും? അതെന്തായിരിക്കും? നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും അല്ലേ. നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് r-ൻ്റെ വാല്യൂ എന്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നതെന്നല്ല, എന്താണ്? -1ൻ്റെയും അതുപോലെ തന്നെ +1ൻ്റെ ഇടയിലായിരിക്കും r-ൻ്റെ വാല്യൂ നിൽക്കുന്നുണ്ടാവുക. അതിൽ എന്താണ്? +1 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ എന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. -1 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. 0 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും? നോ കോറിലേഷൻ ആയിരിക്കില്ല. അതായത് രണ്ട് വേരിയബിൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ തമ്മിൽ യാതൊരു വിധ ബന്ധവും ഉണ്ടായിരിക്കില്ല, അതിനാണ് നമ്മൾ നോ കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ 0ൻ്റെയും അതുപോലെ തന്നെ 1ൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും, -1ൻ്റെയും 0ൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കോറിലേഷൻ്റെ വാല്യൂ ഒക്കെ തരും, 0.3 എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ -0.3 എന്നൊക്കെ തന്നിട്ട് 0. വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളോട് കാണാൻ പറയും ഇത് ഏത് കോറിലേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് നെഗറ്റീവ് കോറിലേഷൻ ആണോ അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് കോറിലേഷൻ ആണോ, അതുപോലെ തന്നെ വീക്ക് കോറിലേഷൻ ആണോ, അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് തരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻ കോറിലേഷൻ അനാലിസിസ് വി മെഷേർഡ് എന്താണ്? ഡിഗ്രി ഓഫ് ദി ലീനിയർ അസോസിയേഷൻ ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്. സോ ഫസ്റ്റ് വൺ ഇസ് എ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് 1 ആണ് എന്ത് പറയുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കോറിലേഷൻ്റെ വാല്യൂ എന്തിൻ്റെ ഇടയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? -1ൻ്റെയും അതുപോലെ തന്നെ +1ൻ്റെ ഇടയ്ക്കായിരിക്കും കോറിലേഷൻ്റെ വാല്യൂ ഉണ്ടായിരിക്കുക. +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും, -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും, 0 ആണെങ്കിൽ എന്തായിരിക്കും? ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല, ദർ ഇസ് നോ കോറിലേഷൻ ആയിരിക്കും. ദെൻ 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക് ആണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരും?
എന്ത് തരും 0.88 എന്നോ അല്ലെങ്കിൽ 0.89 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം അതെന്ത് കോറിലേഷൻ ആണെന്നുള്ളത്. അതുപോലെ തന്നെ മൈനസ് വെച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് വാല്യൂ തരും. -0.70 അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് നെഗറ്റീവ് കോറിലേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ -1ൻ്റെയും 0ൻ്റെ ഇടയിലായിരിക്കും നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടാവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Okay, the data on state domestic product collected for one state, അതായത് ഒരൊറ്റ സ്റ്റേറ്റിൻ്റെ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത് ഫോർ ദ പീരീഡ് ഓഫ് ദി 1992 ആൻഡ് 2010. അതായത് ഒരൊറ്റ സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ കേരള എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, ആ കേരളത്തിലെ എന്താണ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ, സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ് 1990 മുതൽ 2010 വരെ നമ്മൾ എന്ത് ചെയ്യാണ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് ഒരു ടൈം മുതൽ മറ്റൊരു ടൈം വരെ എന്ത് ചെയ്യാണ് ഒരൊറ്റ സ്റ്റേറ്റിൻ്റെ എന്ത് ചെയ്യാണ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് കളക്ട് ചെയ്യാണ്. ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. സോ ക്രോസ് സെക്ഷനിലാണോ, ടൈം സീരീസ് ആണോ, പൂൾഡ് ആണോ ആൻഡ് പാനലാണോ. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാമല്ലേ, ടൈം സീരീസ് ആണല്ലേ. കാരണം എന്താണ്, ഒരൊറ്റ എൻറ്റിറ്റീൻ്റെ മോഡൽ നമ്മൾ എന്ത് ചെയ്യാണ് ഡിഫറെൻറ്റ് ടൈം പീരീഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഡാറ്റനെ നമുക്ക് എന്ത് പറയാം, ടൈം സീരീസ് ഡാറ്റ എന്ന് പറയാം. ഇനി ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഡിഫറെൻറ്റ് എൻറ്റിറ്റീൻ്റെ മോഡൽ നമ്മൾ എന്ത് ചെയ്യാണ് ഒറ്റ ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറയും. അതായത് ഒരൊറ്റ എൻറ്റിറ്റീൻ്റെ മോളിൽ എന്ത് ചെയ്യാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈം വരാണെങ്കിൽ, ഒറ്റ എൻറ്റിറ്റി ആണ് ഡിഫറെൻറ്റ് ടൈം വരാണെങ്കിൽ ആ ഒരു ഡാറ്റനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവാം ടൈം സീരീസ് ഡാറ്റ. ടൈം സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാണ് ഡിഫറെൻറ്റ് എൻറ്റിറ്റി അല്ലേ, ഒരുപാട് എൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ എൻറ്റിറ്റി 1 ഉണ്ട്, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഇൻകം ആവാം. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീൻ്റെ മോള് നമ്മൾ എന്ത് ചെയ്യാണ് ഒറ്റ ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തിൽ ഒറ്റ ടൈമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ പൂൾഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും രണ്ടിൻ്റെയും കൂടെ, അതായത് ക്രോസ് സെക്ഷനെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടൈം സീരീസ് രണ്ടിനെയും മെർജ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം പൂൾഡ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, വൺ സ്റ്റേറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഡിഫറെൻറ്റ് പീരീഡിൽ അതായത് 1990 മുതൽ 2010 വരെ നമ്മൾ എന്ത് ചെയ്യാണ് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2 ആണ്, ടൈം സീരീസ് ഡാറ്റ ആണ് കേട്ടോ, ടൈം സീരീസ് ഡാറ്റ ആണ്. ദെൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ഇപ്പോൾ നമ്മൾ കണ്ടില്ല, നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ കോറിലേഷൻ അനാലിസിസ് എടുത്തു. സോ നമുക്ക് കോറിലേഷൻ പെട്ടെന്ന് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, മാച്ച് ചെയ്യാൻ പറ്റും അല്ലേ. എന്താണ് കോറിലേഷൻ പറയുന്നത്, എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് പറയുന്നത്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു അസോസിയേഷൻ നോക്കാൻ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോറിലേഷൻ യൂസ് ചെയ്യുന്നത് അല്ലേ, കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാം, സി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ സി 2 ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുള്ള എന്താണ് 3 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് ബാക്കിയുള്ളത് നോക്കാമല്ലേ. ഇപ്പോൾ മോഡ് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കോറിലേഷൻ കോഎഫിഷ്യനെക്കാട്ടും ചിലപ്പം കുറച്ചും കൂടെ ഒരു ഫെമിലാരിറ്റി വരാനുള്ള ഒരു സാധ്യത മോഡും ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരിക്കില്ല. അപ്പോൾ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം, എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെന്ന് പറയുന്നത് മോഡ് എന്ന് പറയുന്നത് അല്ലേ. മീഡിയം മോഡ് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3 ആണ് നമുക്കറിയാം. അപ്പോൾ എ 3 ആയിട്ട് വരുന്ന 2 ഓപ്ഷൻസ് ഉള്ളൂ അല്ലേ. അപ്പോൾ 2നെയും അതുപോലെ തന്നെ എന്ത് ചെയ്യാം 4നെയും നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് അല്ലേ. എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണെന്ന് പറയുന്നത് നമ്മുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ B4 വരുന്നത് ഏതാ ആൻസർ വരുന്നത്, B4 വരുന്നത് എന്താണ് അഗെയിൻ സി തന്നെയാണല്ലോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സി എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് മെഷർ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി ലീനിയർ റിലേഷൻഷിപ്പ് അല്ലേ. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള എന്ത് ചെയ്യുക ലീനിയർ റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം സി എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. ഡി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് മെഷർ ഓഫ് സാമ്പിളിംഗ് വേരിയബിലിറ്റി ആണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കും. ചിലപ്പോൾ ഞാൻ എന്നും പറയുന്ന മാതിരി തന്നെ ചിലപ്പോൾ അടുത്ത മാച്ച് ദ ഫോളോയിൽ നമുക്ക് ഇതിലേറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നായിരിക്കും അതിൽ നമുക്ക് അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റാൻഡേർഡ് എറർ ആയിരിക്കും. മേ ബി നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരിക്കാം. അതെന്തായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ എക്സാമിന് വരുന്ന മാച്ച് ദ ഫോളോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക
എഴുതി വെക്കുക, സൈഡിലൊക്കെ എഴുതി വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണല്ലേ. മോഡ് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ലീനിയർ റിലേഷൻ ആണ് അല്ലേ. 2 വേരിയബിൾസ് തമ്മിലുള്ള ഇപ്പോൾ എക്സ് ആൻഡ് വൈ എടുക്കുകയാണെങ്കിൽ ആ 2 വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്താണ്? മെഷർ ഓഫ് സാമ്പിളിംഗ് വേരിയബിലിറ്റി ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ 5th ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഏർലിയസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാഷണലൈസേഷൻ ഓഫ് ദി ബാങ്ക്, അതുപോലെ തന്നെ RBIൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ IFCI, പിന്നെ അതുപോലെ തന്നെ ഒരുപാടല്ലേ സെബി, ഇതൊക്കെ എന്താണ് റിപ്പീറ്റ്ലി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ക്രോണോളജി എന്താണ് ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ്, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രോണോളജിക്കൽ വേയിൽ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം എന്നുള്ളതല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ദ ഏർലിയസ്റ്റ് എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്റ്റാർട്ടിങ് വിത്ത് ദ ഏർലിയസ്റ്റ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യില്ല, അറേഞ്ച് ചെയ്ത ക്രോണോളജി മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം ദ ഏർലിയസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക, ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ലേറ്റസ്റ്റ് ടു ഏർലിയസ്റ്റ് എന്നുള്ള രീതിയിലും കൊടുക്കൂട്ടോ. അതെന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് നോക്കണം എന്നുള്ളതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? വായിച്ച് നോക്കണം അല്ലേ. അപ്പോൾ നാഷണലൈസേഷൻ ഓഫ് ദി ബാങ്ക് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ 14 ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നാഷണലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏത് ഇയറിലായിരുന്നു? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 1969 അല്ലേ. 1969 എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ 14 ബാങ്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നാഷണലൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് RBI വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. RBIൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണ്? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 1 വേർഡ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് RBI എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് ഇയറാണ്? 1935 അല്ലേ. 1935. ദെൻ എന്താണ് ചോദിക്കുന്നത്? MNREG എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. ഏത് ഇയറാണ്? എനി ഗസ്? ഏത് ഇയറാണ്? വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയറാണ്. ഏതാണ്? 2000 പോരട്ടെ. 2000 ഏതാ? 2005 ആണല്ലേ. 2005 ആണ് എന്ത് പറയുന്നത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് വന്നിട്ടുള്ളത് 2005 ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഏതാണ്? 1956 to 1961 അല്ലേ. 1956 to 1961. 1956 to 1961. ദെൻ സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്? നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഒരൊറ്റ സെക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെക്ടറിൽ ഏറ്റവും സുപ്രീമസി ഉള്ള ഏറ്റവും എന്താണ് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുക. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ RBI ആണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലേ. RBI ആണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും സുപ്രീമാണ്, ഏറ്റവും കൂടുതൽ ഡൊമിനൻസ് ഉള്ളത് RBIക്കാണ്. ഇനി അതുപോലെ തന്നെ കോർട്ട് എടുക്കുകയാണെങ്കിൽ ജസ്റ്റിസ് ആൻഡ് കോർട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? സുപ്രീം കോടതിയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ സെബി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം നമ്മുടെ സെബിൻ്റെ ഫുൾ ഫോം എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ. എന്താണ് പറയുന്നത്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റും ആ ഒരു ഫിനാൻഷ്യൽ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? ബേസിക്കലി അതിൻ്റെ സുപ്രീമസി ഉള്ളത് ആർക്കായിരിക്കും? സെബിക്കായിരിക്കും അല്ലേ. സോ സെബി വന്നിട്ടുള്ളത് ഏത് ഇയറാണ്? സെബി ഒരു അഡ്വൈസറി ബോർഡായിട്ട് വരുന്നത് വേർ ഇസ് മൈ കേഴ്സർ? ഓക്കെ, സെബി ഒരു അഡ്വൈസറി ബോർഡായിട്ട് വരുന്നത് ഏത് ഇയറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1988 ആണ് കേട്ടോ. 1988 ആണ് അഡ്വൈസറി ബോർഡായിട്ട് വരുന്നത്. 1988 ആണ് അഡ്വൈസറി ബോർഡായിട്ട് വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് വരുന്നത് ഏത് ഇയർ ആയിരുന്നു? 1992 കേട്ടോ. 1992 എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഏതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്? കൺഫ്യൂഷൻ ഒന്നുമില്ല. ഏതാണ്? RBI ആണല്ലേ. B ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. B ഫസ്റ്റ് വരുന്ന ഒറ്റ ആൻസർ ഉള്ളൂ. 2 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ B ആണ് ആദ്യം വന്നിട്ടുള്ളത് അല്ലേ. RBI ആണ്. 1935 RBI ആദ്യം വരുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു? 1935 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നാഷണലൈസേഷൻ ഓഫ് ദി ബാങ്ക്. 1935 എന്ത് ചെയ്യുന്നു? RBI വരുന്നു. പിന്നെന്ത് സംഭവിക്കുന്നു? D സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ് എന്ത് ചെയ്യുന്നത്?
നെക്സ്റ്റ് വരുന്നത് അല്ലേ. 90, 50, 62, 90, 61 സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ് എന്ത് വരുന്നത്, സെക്കൻഡ് വരുന്നത് അല്ലേ. ഫസ്റ്റ് വരുന്നത് എന്താണ്, ഫസ്റ്റ് വരുന്നത് ഏതാണ്, RBI ഫസ്റ്റ് വരുന്നു. ദെൻ സെക്കൻഡ് ഏത് വരുന്നു, നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ അല്ലേ. 90, 50, 62, 90, 56 ടു എന്തായിരിക്കും 90, 61 ആണ് എന്ത് വരുന്നത്, നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ വരുന്നത്. ദെൻ തേർഡ് വരുന്നത് ഏതാണ്, തേർഡ് വരുന്നത് എന്താണ്, നാഷണലൈസേഷൻ ഓഫ് ദി ബാങ്ക് അല്ലേ. 90, 69 നാഷണലൈസേഷൻ ഓഫ് ദി ബാങ്ക് ആണ് എന്ത് വരുന്നത്, തേർഡായിട്ട് വരുന്നത് അല്ലേ. പിന്നെ ഏതാ വരുന്നത്, പിന്നെ സെബി എന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലേ. അഡ്വൈസറി ബോർഡായിട്ട് വരുന്നത് 90, 88 ആണെങ്കിൽ എന്ത് ചെയ്യാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോർഡായിട്ട് വരുന്നത് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് വരുന്നത് ഏതാണ്, 90, 92ലാണ്. ദെൻ ഫോർത്ത് വൺ ആണ് എന്ത് പറയുന്നത്, നാലാമത്തതായിട്ട് വരുന്നത് ഏതാണ്, നമ്മുടെ സെബിയാണ്. ദെൻ ഏറ്റവും ഫൈനലായിട്ട് വരുന്നത് എന്താണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ് എന്ത് വരുന്നത്, ഏറ്റവും അവസാനമായിട്ട് വരുന്നത് 2005 അല്ലേ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബി. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സൈഡിൽ ഇങ്ങനെ എഴുതിയേക്കാം കേട്ടോ. ഫസ്റ്റ് ബി വരുന്നു, സെക്കൻഡ് ഏതാ വരുന്നത്, ബി കഴിഞ്ഞിട്ട് പിന്നെ ഡി വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളോട്, ഇങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് തരുന്ന റഫ് പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ അതിൻ്റെ ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനൊന്ന് ഓർഡർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബി ഡി ദെൻ 3 ഏതാണ്, എ അല്ലേ, ബി ഡി എ. ദെൻ നാഷണലൈസേഷൻ ഓഫ് ദി ബാങ്ക് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, പിന്നെ ഏതായിരുന്നു, ഇ ആണല്ലേ. ഇ എന്ന് പറയുന്നത് സെബിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ദെൻ ഏറ്റവും ഫൈനലായിട്ടാണ് എന്ത് വരുന്നത്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം വരുന്നത് അല്ലേ, 2005. സോ ബി ഡി എ ഇ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 2 is a correct answer. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ. ദെൻ അറേഞ്ച് ദ ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഏർലിയസ്റ്റ്. വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് എന്ത് പറയുന്നത്, ക്രോണോളജിക്കൽ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരൊറ്റ ക്രോണോളജിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 1, 2, 3, 4 ക്രോണോളജി ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നെറ്റ് എക്സാമിന് തന്നെ ഏകദേശം ഒരു 4, 5 ക്വസ്റ്റ്യൻസ് എങ്ങനെ വെച്ചാലും നമുക്ക് ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരൊറ്റ ക്രോണോളജി മാത്രമായിരിക്കും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ ഓപ്ഷനിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, അതിൻ്റെ ഒരു ക്ലൂ ഉണ്ടായിരിക്കും. ഓപ്ഷൻസ് തന്നെ എന്തായിരിക്കും, വളരെ സിമ്പിളായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു 2 എണ്ണത്തിൻ്റെ ഒരു ആൻസറൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ടഫസ്റ്റ് ആണ് നമുക്ക് തോന്നും, പക്ഷേ ഇത് ടഫസ്റ്റ് അല്ല. നമുക്ക് ഓപ്ഷനിൽ തന്നെ എന്തായിരിക്കും, അതിനൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വളരെ ലോജിക്കൽ വേയിൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലപ്പം ചിലതിൻ്റെ ഇയറൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല, എങ്കിൽ കൂടെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളൊരു ഓർഡർ ഉണ്ട് അല്ലേ. ഇപ്പോൾ ആഡം സ്മിത്ത് കഴിഞ്ഞിട്ടാണ് കെയ്ൻസ് എന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താണ്, ആഡം സ്മിത്ത് ക്ലാസിക്കലിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടാണ് കെയ്ൻസ് വരുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റോറി ലൈൻ നമുക്കറിയാം. ഇതുപോലെ തന്നെ ക്രോണോളജി നോക്കുന്ന സമയത്ത് ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലോജിക്ക് നമുക്ക് അതിനെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക് ആയിട്ടൊരു ഐഡിയ അതിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ഒരിക്കലും ഈ പറഞ്ഞ ഇയേഴ്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഇയേഴ്സിൻ്റെ ഒന്നും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നോക്കാതെ പോകരുത്. മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു എന്താണ്, നാഷണലൈസേഷൻ ഓഫ് ദി ബാങ്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് തന്നെ പോകണം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഇതിൻ്റെ ക്രോണോളജിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏർലിയസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ് ആണ് അല്ലേ. എന്താണ്, ഓൾഡസ്റ്റ് ടു ലേറ്റസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. 3 നമുക്ക് സിമ്പിളാണ്. എന്താണ്, ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. സിമ്പിൾ അല്ലേ. ആഡം സ്മിത്ത് ഏതാ ഇയർ 76 അല്ലേ, കുഴപ്പമില്ല. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി, ജെയിം കെയ്ൻസ് ഏതാ ഇയർ 90, 36. ദെൻ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദി പൊളിറ്റിക്കൽ ഇക്കണോമി ആൻഡ് ടാക്സേഷൻ ഇസ് ഡേവിഡ് റിക്കാർഡോ ഏതാണ് 1817 ആണെന്ന് പറയുന്നത്, ഡേവിഡ് റിക്കാർഡോൻ്റെ വരുന്നത്. ദെൻ ഇതിൽ കൺഫ്യൂഷൻ വരാനുള്ള ഒരൊറ്റ ഒരു ഇയർ എന്ന് പറയുന്നത് എന്താണ്, ദ സർപ്ലസ് വാല്യൂ ആണ്. ദ സർപ്ലസ് വാല്യൂ ഏത് ഇയറാണ് വരുന്നത്, സർപ്ലസ് വാല്യൂ 8062 ആണ്. 8062 അല്ലേ, യെസ്
8062 ആണെന്ന് പറയുന്നത് സർപ്ലസ് വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ആഡം സ്മിത്ത് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത്. കണ്ടില്ലേ, ഇതിൽ ഓപ്ഷൻസ് ഇപ്പോൾ ആഡം സ്മിത്ത് ആണ് ഫസ്റ്റ് വരുന്നത് ഒരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമാണ്. കാരണം ഇതിൽ ഓപ്ഷൻസ് വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്, ഇവിടെ ഡി വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അല്ലാതെ ഡി വരുന്ന 3-4 ഓപ്ഷൻസ് തന്നിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഓപ്ഷന് ചിലപ്പം എളുപ്പമുള്ള ഓപ്ഷൻസ് നമുക്ക് തരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉള്ളത് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും, ഡി 3-4 എണ്ണത്തിൽ ഒരുപോലെ വരുന്നത് ഉണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റൊരു കാര്യം നമുക്ക് അറിയുന്നുള്ളൂ, ആഡം സ്മിത്തിൻ്റെ കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. എങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 76 എന്ത് ചെയ്തിട്ടുണ്ട്, ആഡം സ്മിത്ത് വന്നിട്ടുണ്ട്. ദെൻ എന്തായിരുന്നു, ആഡം സ്മിത്തിന് ശേഷം എന്തായിരുന്നു, സി ആണല്ലേ, എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ട്രാൻസാക്ഷൻ 1870 ആണ് എന്ത് വരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഡി ആണ് അല്ലേ, 76. പിന്നെ വരുന്നത് സി ആണ്. പിന്നെ വരുന്ന ഏതാണ്, എ ആണ് അല്ലേ. 8062 ഏതാണ്, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആണല്ലേ, എന്താണ്, എ ആണ് ആദ്യം വരുന്നത് അല്ലേ. പിന്നീട് വരുന്നത് എ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി, ജെയിം കെയ്ൻസിൻ്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആൻഡ് ഡി സി എ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 2 ഇസ് എ കറക്റ്റ് ആൻസർ. 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് സർപ്ലസ് വാല്യൂൻ്റെ ഇയർ 8062. ഇതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം അറിയാതെ പോകുന്ന പോയിന്റ്. ഇതെന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so 7th question, a club good is non-rival and excludable in consumption and a public good is non-rival and non-excludable in consumption. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് ഇതിന് ആൻസർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇന്നലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പബ്ലിക് ഗുഡ് എപ്പോഴും എന്തായിരിക്കും, നോൺ റൈവലും അതുപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിളും ആയിരിക്കും അല്ലേ. നോൺ റൈവൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എന്താ റൈവൽ ഇൻ കൺസംഷൻ എന്ന് പറയുമ്പോൾ, എന്താ റൈവൽ ഇൻ കൺസംഷൻ, നോൺ റൈവൽ അല്ല. റൈവൽ ഇൻ കൺസംഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, റൈവൽ ഇൻ കൺസംഷൻ എന്ന് പറയാം. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു 5 ആപ്പിൾ ഉണ്ട് എൻ്റെ വീട്ടിൽ. ഇപ്പോൾ ഒരു 5 ആപ്പിൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ഉണ്ട്, എൻ്റെ ബ്രദർ ഉണ്ട്. അപ്പോൾ ബേസിക്കലി എന്തായിരിക്കും, ഈ 5 എണ്ണത്തിൽ 3-4 ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ബാക്കിയുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്, ഞാനത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് അത് കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, റൈവൽ ഇൻ കൺസംഷൻ എന്ന് പറയാം അല്ലേ. എക്സ്ക്ലൂഡബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ചില ഗുഡ്സ് എന്ത് ചെയ്യും, ഉപയോഗിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും, ചില ആളുകളെ പുറത്താക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാർ നമ്മൾ മേടിക്കാൻ പോയെന്ന് വിചാരിക്കാം. ഒരു കാർ നമ്മൾ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 10 lakhs ആണെന്ന് വിചാരിക്കാം. കാറിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 lakhs ആണെന്ന് വിചാരിക്കാം. ഈ 10 ലക്ഷം രൂപ ഉള്ളവർക്കല്ലേ ആ കാർ വാങ്ങാൻ പറ്റുള്ളൂ. 10 ലക്ഷം ഇല്ലാത്തവർ എന്ത് ചെയ്യും, ആ കാറിൻ്റെ കൺസംഷനിൽ നിന്ന് എന്ത് ചെയ്യും, എക്സ്ക്ലൂഡബിൾ ആയിട്ട് മാറും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്താ പറയുക, റൈവലും അതുപോലെ തന്നെ എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നോൺ റൈവലും അതുപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ ഒരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വേറൊരാൾക്ക് എന്തില്ല, അത് കുറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ദാറ്റ് മീൻസ് വേറൊരാൾക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, പബ്ലിക് ഗുഡ് ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരാൾ എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല, ഒഴിവാക്കുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നാഷണൽ ഡിഫൻസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ട്രീറ്റ് ലൈറ്റ് എടുക്കുക. ഈ സ്ട്രീറ്റ് ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരാൾ അതിൽ കൂടെ നടന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് വേറൊരാൾക്ക് ലൈറ്റ് കിട്ടാത്ത സിറ്റുവേഷൻ വരുന്നുണ്ടോ? ഒരിക്കലില്ല അല്ലേ. ഒരാളെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് പുറത്താക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയുകയാണ്, ഇവിടെ കുറച്ച് വെളിച്ചമുണ്ടല്ലേ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം വരണ്ടേ, ഇതിലൂടെ നിങ്ങൾക്ക് നടക്കാനുള്ള അനുവാദമില്ലാതെ നമുക്ക് ഒരാളോടും പറയാൻ പറ്റില്ല അല്ലേ. അത് അയാളുടെ എന്താണ്, റൈറ്റ് ആണല്ലേ, അയാൾക്ക് അത് യൂസ് ചെയ്യാൻ അയാൾക്ക് എന്തുണ്ട്, അയാളുടെ അവകാശമാണ് അതല്ലേ. അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താണ്, പബ്ലിക് ഗുഡ് എന്താണ്, നോൺ റൈവലും അതുപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. സോ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലേ. അതുപോലെ തന്നെ എന്താണ്, അസേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തുള്ള എന്താണ്, ക്ലബ്ബ് ഗുഡ് അല്ലേ. ക്ലബ്ബ് ഗുഡ് നിങ്ങൾക്ക് ചിലപ്പം പുതിയൊരു ടേം ആയിരിക്കും. ക്ലബ്ബ് ഗുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പുതിയൊരു ടേം ആയിരിക്കും. ദെൻ യെസ്, അപ്പോൾ റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ്. അപ്പോൾ അസേഷനോ റീസൺ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം നോക്കണം. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ക്ലബ് ഗുഡ് ഈസ് എ നോൺ റൈവൽ ആൻഡ് എക്സ്ക്ലൂഡബിൾ ഇൻ ദി കൺസംഷൻ. ക്ലബ് ഗുഡിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പ്രൈവറ്റ് പാർക്ക് എന്താണ്, ക്ലബ്ബ് ഗുഡിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇവിടെ എന്താ ബേസിക്കലി സംഭവിക്കുന്നത്, പ്രൈവറ്റ് പാർക്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഫീ കൊടുക്കണം. ഫീ ഇല്ലാത്തവൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് എക്സ്ക്ലൂഡബിൾ ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ക്ലബ്ബ് ഗുഡിൽ എന്താണ്, എക്സ്ക്ലൂഡബിലിറ്റി എന്തുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ എന്താ, നോൺ റൈവൽ ആണ്. എന്ത് പറയുന്നത്, ഈ പബ്ലിക് പാർക്കിനെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതാവുന്നുണ്ടോ, അല്ലെങ്കിൽ പാർക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുന്നുണ്ടോ, ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ക്ലബ്ബ് ഗുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നോൺ റൈവലും അതുപോലെ തന്നെ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ദെൻ
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അല്ല. കാരണം എന്താണ്, ഇത് രണ്ടും രണ്ട് ടേംസുകളാണ്, രണ്ടും എന്താണ് ഡിഫറെൻറ്റ് ടേംസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സോ ബി ഇസ് എ കറക്റ്റ് ആൻസർ, ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, എസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. ദെൻ എന്ത് ചെയ്യണം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ. ദെൻ ഫസ്റ്റത്തെ എന്താണ് പറയുന്നത്, വൈൽ കാൽക്കുലേറ്റിംഗ് GDP യൂസിങ് ദ എക്സ്പെൻഡിച്ചർ അപ്രോച്ച് ദ വാല്യൂ ഓഫ് ദി ഇമ്പോർട്ട് ഈസ് സബ്സ്ട്രാക്റ്റഡ് അല്ലേ. നമുക്കറിയാം നമുക്ക് GDP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ് ഉണ്ട് അല്ലേ. ഒന്ന് ഇൻകം മെത്തേഡാണ്, ഒന്ന് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒന്ന് ഇൻകം ആൻഡ് ഒന്ന് എക്സ്പെൻഡിച്ചർ, ഒന്ന് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയാം അല്ലേ, വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയാം അല്ലേ. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, C plus I plus C plus I plus G plus then H minus M ആണല്ലേ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എന്താണ് പറയുന്നത്, by calculating GDP using the expenditure approach the value of the import is subtracted. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് കറക്റ്റ് ആണ്. സെക്കൻഡ്, ഇമ്പോർട്ട് ആർ ഇൻക്ലൂഡഡ് വെൻ ദ വാല്യൂ ഓഫ് ദി കൺസംഷൻ ആൻഡ് ദി അതർ കോമ്പണൻസ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ ആർ കാൽക്കുലേറ്റഡ്. അതായത് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുന്നത് അല്ലേ. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസംഷനെ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിലെ റീസൺ എന്ന് പറയുന്നത്, എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കറക്റ്റാണ്. ദെൻ ഒന്നാമത്തെ എസേഷൻ്റെ റീസൺ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ദ ട്രൂ ആൻഡ് ദ ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് പറയാം. അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ദ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളത് നമുക്ക് പറയാം. ക്ലിയർ ആണോ, ഓക്കെ ആണോ? ദെൻ 9th question. Given below are the two statements. The price consumption curve is negatively sloped for the given good and all the given good are the inferior goods but all the inferior goods are not the given good. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക്കലി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഗിഫൻ ഗുഡ് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അതായത് ഗിഫൻ ഗുഡിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എന്താണ് ഗിഫൻ ഗുഡ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. എന്താണ് ഗിഫൻ ഗുഡ്, ഇനി ഐഡിയ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഗിഫൻ ഗുഡ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് അല്ലേ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് അല്ലേ. ഇൻഫീരിയർ ഗുഡ് എന്താണ്, വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഗുഡിനെയാണ് നമ്മൾ എന്ത് പറയും, ഇൻഫീരിയർ ഗുഡ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഇൻഫീരിയർ ഗുഡാണ്. എന്നാൽ ഈ ഗിഫൻ ഗുഡിൻ്റെ പ്രൈസ് ലെവൽ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വേഗം കത്തും. ഗിഫൻ ഗുഡായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പയാണ് എടുക്കുന്നത് അല്ലേ. നമുക്കറിയാം നമ്മൾ കപ്പൊക്കെ പുഴുങ്ങി കഴിക്കാറുണ്ടല്ലേ. എന്താണ്, കപ്പയാണ് നമ്മളിവിടെ ഗിഫൻ ഗുഡായിട്ട് എടുക്കുന്നത്. കപ്പ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗിഫൻ ഗുഡായിട്ട് എടുക്കാണ് കേട്ടോ. കപ്പ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ പുവറായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ എന്താ പറയുക ഡെയിലി കൺസംഷൻ്റെ അല്ലെങ്കിൽ ഡെയിലി അവരുടെ ഒരു ജീവിത മാർഗമായിരുന്നല്ലോ അവർക്കുള്ള ഒരു കൺസംഷൻ, അവർക്ക് വേണ്ട ഫുഡ് ബേസിക്കലി അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കപ്പയിൽ നിന്നാണ് അല്ലേ. എന്നാൽ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കപ്പ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വില കൂടിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡിഷസ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ കപ്പ എന്ന് പറയുന്നത് എന്താണ്, വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ പണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു ഫുഡായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, കപ്പക്ക് ഹൈലി ഡിമാൻഡ് വന്നിട്ടുണ്ടല്ലേ. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലേ. സോ അതിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമ്മുടെ ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു ഇൻഫീരിയർ ഗുഡാണല്ലേ. പണ്ടൊരു വളരെ ചീപ്പസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗുഡാണെന്ന് പറയുന്നത് കപ്പ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ പ്രൈസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് കൂടുന്നുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബ്രേക്ക് ഓഫ് എന്താണ്, ലോ ഓഫ് ഡിമാൻഡ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. സോ ഗിഫൻ ഗുഡിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോ ഓഫ് ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്യുന്നു. ഗിഫൻ ഗുഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്,
എന്താ സംഭവിക്കുന്നത്, ആ ഗിഫൻ ഗുഡിൻ്റെ പ്രൈസ് ലെവൽ കൂടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. കപ്പയെ നമ്മൾ എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് കഞ്ഞി എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഇപ്പോൾ എന്താണ് പഴങ്കഞ്ഞി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഈ പഴങ്കഞ്ഞി. അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, വളരെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൈസ ഒന്നും ഇല്ലാത്തവർക്ക്, ഇപ്പോൾ റൈസ് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കഞ്ഞി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരെന്തായിരുന്നു, അധികം പാവപ്പെട്ടവരായിരുന്നു ഈ കഞ്ഞിയൊക്കെ അധികം കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചു നോക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, പോളിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ എന്താ പറയുക നല്ല ഭംഗിയുള്ള പാത്രത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സെർവ് ചെയ്ത് തരുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോക്കലായിട്ടുള്ളൊരു തട്ടുകടയിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഞ്ഞിക്ക് ഒരു 10 രൂപ 15 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഞ്ഞി നമുക്ക് കിട്ടൂലേ. എന്നാൽ നമ്മൾ ഹൈടെക് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് ഇപ്പം പഴങ്കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ചട്ടിച്ചോറ് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് സെർവ് ചെയ്യുന്നുണ്ടല്ലേ. അതിലൊരുപാട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരുപാട് ഡിഷൊക്കെ ആഡ് ചെയ്തിട്ട് അത് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താവുന്നുണ്ട്, അത് ആക്ച്വലി എന്താവുന്നുണ്ട്, എക്സ്പെൻസീവ് ആയിട്ട് മാറുന്നുണ്ടല്ലേ. അപ്പോൾ ആ കഞ്ഞി എന്ന് പറയുന്നത് ഒരു ഇൻഫീരിയർ ഗുഡ് ആയിരുന്നു. അതായത് പണ്ടൊക്കെ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർ അധികം കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഗുഡായിരുന്നു ആക്ച്വലി എന്ന് പറയുന്നത് കഞ്ഞി എന്ന് പറയുന്നത്, കഞ്ഞി കപ്പ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാലം മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ട്രെൻഡ് മാറുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പ്രൈസ് ലെവൽ കൂടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഡിമാൻഡ് കൂട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെന്താണ് ആക്ച്വലി എന്താണ്, ഒരു ഇൻഫീരിയർ ഗുഡാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. അതായത് പ്രൈസ് മാറുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് മാറ്റം വരും, ഇതാണ് ബേസിക്കലി നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത്, പ്രൈസ് കൺസംഷൻ കർവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പ്രൈസ് കൺസംഷൻ കർവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പ്രൈസ് മാറുന്നതിനനുസരിച്ച് കൺസംഷനിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇറ്റ്സ് എ നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ഗിഫൻ ഗുഡ് എന്നാണ് പറയുന്നത്. ഇത് നെഗറ്റീവ് സ്ലോപ്പ്ഡാണ്, ഒരിക്കലല്ല, അത് പോസിറ്റീവ് സ്ലോപ്പാണ്. കാരണം എന്താണ്, പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നുണ്ട്. പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് അല്ലേ. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത് ഗിഫൻ ഗുഡിനെ സംബന്ധിച്ചോളം എന്തായിരിക്കും, നെഗറ്റീവ് സ്ലോപ്പ് അല്ല, മറിച്ച് എന്താണ്, പോസിറ്റീവ് സ്ലോപ്പാണ്. സോ ഇതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആണ് അല്ലേ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ ദ ഗിഫൻ ഗുഡ് ആർ, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഐ എം സോറി ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണല്ലേ, നെഗറ്റീവ് സ്ലോപ്പ് അല്ല പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും അല്ലേ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഓൾ ദ ഗിഫൻ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്സ് ബട്ട് ഓൾ ദ ഇൻഫീരിയർ ഗുഡ്സ് ആർ നോട്ട് ദ ഗിഫൻ ഗുഡ്. എന്താണ്, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. കാരണം എന്താണ്, ഗിഫൻ ഗുഡിനെല്ലാം തന്നെ നമുക്ക് എന്ത് പറയാം, ഇൻഫീരിയർ ഗുഡായിട്ട് പറയാം. എന്നാൽ എല്ലാ ഇൻഫീരിയർ ഗുഡും എന്തല്ല, ഗിഫൻ ഗുഡ് അല്ല. കാരണം എന്തില്ല, അവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ടാവാം, ലോ ഓഫ് ഡിമാൻഡ് വർക്കിംഗ് ആവാം. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് വർക്കിംഗ് അല്ലാത്ത കേസാണ് ആക്ച്വലി ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ലോ ഓഫ് ഡിമാൻഡ് വർക്കിംഗ് ആവാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആണ്. കാരണം എന്താണ്, എല്ലാ ഗിഫൻ ഗുഡ് എന്താണ്, ഇൻഫീരിയർ ഗുഡ് ആണ്. എന്നാൽ എല്ലാ ഇൻഫീരിയർ ഗുഡും എന്തല്ല, ഗിഫൻ ഗുഡ് അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് ബട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ഓക്കെ, അപ്പോൾ എന്താണ്, ഗിഫൻ ഗുഡിൻ്റെ കേസിൽ നമ്മുടെ പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നു. കാരണം കൺസംഷനും അതുപോലെ തന്നെ പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രൈസ് കൺസംഷൻ കർവ് കാണിക്കുന്നത്. അതായത് പ്രൈസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ കൺസംഷനിൽ എന്ത് മാറ്റം വരും. അപ്പോൾ നെഗറ്റീവാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ കുറയും, പ്രൈസ് കുറയുമ്പോൾ കൺസംഷൻ കൂടും എന്നുള്ളതാണ്. അതെന്താണ്, ലോ ഓഫ് ഡിമാൻഡിങ് ആണ്. എന്നാൽ ഗിഫൻ ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോ ഓഫ് ഡിമാൻഡ് വർക്കിംഗ് അല്ല, അത് ബ്രേക്ക് ആണ്. കാരണം എന്താണ്, പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ കൺസംഷൻ കുറയുന്നു. ഇതാണ് ഗിഫൻ ഗുഡിൻ്റെ കേസ്. അപ്പോൾ പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത് ഗിഫൻ ഗുഡിനെ സംബന്ധിച്ചോളം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ് അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഓൾ ഗിഫൻ ഗുഡ് ആർ ഇൻഫീരിയർ ഗുഡ് ആണ്. എന്നാൽ എല്ലാ ഇൻഫീരിയർ ഗുഡും എന്തല്ല, ഗിഫൻ ഗുഡ് അല്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഫോർത്ത് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. Then final question, given below the two statement, when the economy is in equilibrium, liquidity trap, okay, when the economy is in liquidity trap, the LM curve is horizontal, fiscal policy is ineffective when the economy is in liquidity trap. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ലിക്വിഡിറ്റി ട്രാപ്പിൽ നിന്ന് ആദ്യം തുടങ്ങാം. എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ്? ലിക്വിഡിറ്റി ട്രാപ്പ് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്, JM കെയ്ൻസ് ആണ് അല്ലേ. ലിക്വിഡിറ്റി ട്രാപ്പ് കൊണ്ടുവന്നിട്ടുള്ള JM കെയ്ൻസ് ആണ്. സോ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം, വരും, ഉറപ്പായിട്ടും വരും. ലിക്വിഡിറ്റി ട്രാപ്പ് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ വരും. JM കെയ്ൻസ് ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് പറയുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പിൽ നമുക്കറിയാം അല്ലേ, എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേർവ് എന്ത് ചെയ്യുന്നുണ്ട്,
ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാം, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയും. കാരണം എന്താണ് പറയുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ബോണ്ട് പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ ബേസിക്കലി നമ്മൾ എടുക്കേണ്ടത്. ലിക്വിഡിറ്റി ട്രാപ്പ് ബേസ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിനെയാണ് കേട്ടോ. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിനെയാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും ഇത് തമ്മിൽ എന്തായിരിക്കും, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ബോണ്ട് പ്രൈസ് കുറയുകയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ബോണ്ട് പ്രൈസ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് ഈൽഡും തമ്മിൽ എന്തായിരിക്കും, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ബോണ്ട് ഈൽഡ് കൂടുകയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ബോണ്ട് ഈൽഡ് കുറയുകയും ചെയ്യും. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് ബേസിക്കലി ബേസ് ചെയ്യുന്നത് കെയ്ൻസിൻ്റെ ഡിമാൻഡ് ഫോർ മണിയിലെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുമായിട്ടാണ് ഇത് ബേസ് ചെയ്യുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും ലോവർ ആയിട്ട് ഇരിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ലോവർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യില്ല, നമ്മുടെ ബോൺസും കാര്യങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യില്ല. കാരണം എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആവുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബോണ്ട് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ബോണ്ട് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും അല്ലേ. നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആവാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബോണ്ട് പ്രൈസ് ഹൈ ആയിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആക്കുന്ന സമയത്ത് മണി സപ്ലൈൻ്റെ കൂടുന്ന ഭാഗമായിട്ട് ബേസിക്കലി നമ്മൾ സംഭവിക്കുന്നതാണ് എന്ത് പറയുന്നത്, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി വരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ലോ ആക്കും അല്ലേ. നമ്മുടെ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ലോ ആക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നുണ്ടാവുക, ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഞാൻ പോയിട്ട് ബോണ്ട് വാങ്ങുകയാണെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴാണോ ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹയർ ആവാൻ തുടങ്ങുന്നത് ആ സമയം വരെ കാത്തു നിൽക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, ബോണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആവുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴാണോ ഹയർ ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കുറയും. അതിന് കൂടെ തന്നെ ബോണ്ട് ഈൽഡ് കൂടുകയും ചെയ്യും. അപ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവരെന്ത് ചെയ്യും, ബോണ്ട് എന്ത് ചെയ്യില്ല, പർച്ചേസ് ചെയ്യുന്നില്ല. മറിച്ച് എന്ത് ചെയ്യും, ബോണ്ട് പർച്ചേസ് ചെയ്യാതെ അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ എന്ത് ചെയ്യും, മണി എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നുണ്ടാവുക, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇക്കണോമിയിൽ എന്ത് വേണം, ഇക്കണോമിയിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മണി സപ്ലൈ എന്ത് ചെയ്യണം, കൂട്ടണം അല്ലേ. ഈ മണി സപ്ലൈ കൂട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിൻ്റെ ഭാഗമായിട്ട് RBI എന്ത് ചെയ്തിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറയാനുള്ള നടപടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, RBI എടുത്തിട്ടുണ്ട് അല്ലേ. എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത്, ബോണ്ട് പ്രൈസ് കൂടുന്നല്ലേ, ബോണ്ട് പ്രൈസ് കൂടാണല്ലേ. ബോണ്ട് പ്രൈസ് കൂടുന്ന സമയത്ത് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യാണ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം, ബോണ്ട് പ്രൈസ് കുറയാം. ബോണ്ട് പ്രൈസ് കുറയുന്നതും കാത്തിട്ട് അവരെന്ത് ചെയ്യാണ്, ഈ ബോണ്ട് പ്രൈസ് കുറയുന്നത് എപ്പോഴായിരിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്, എന്നാൽ ഫ്യൂച്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടാം, അതുപോലെ തന്നെ ബോണ്ട് പ്രൈസ് കുറയാം, അതുപോലെ തന്നെ ബോണ്ട് ഈൽഡ് കൂടാം. ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അവരുടെ കയ്യിലുള്ള പൈസ അവരെന്ത് ചെയ്യുന്നില്ല, സ്പെൻഡ് ചെയ്യാതെ അവരുടെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആളുകൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാങ്ക് റേറ്റിലും CRRലും SLRലും അതുപോലെ തന്നെ റിപ്പോ റേറ്റും ഇതൊക്കെ നമ്മൾ കുറച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് അല്ലെ, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവായിരിക്കും, ബോണ്ട് പ്രൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ആ പൈസ എന്ത് ചെയ്യുന്നില്ല, ബോണ്ട് വാങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യുന്നത്, ആ ഒരു പൈസ അവരുടെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോണിറ്ററി പോളിസി അവിടെ എഫക്റ്റീവ് ആവുന്നുണ്ടോ, ഒരിക്കലും ആവുന്നില്ല. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ബോണ്ട് പ്രൈസ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അത് സ്പെൻഡ് ചെയ്യാതെ എപ്പോഴാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നത് അപ്പോഴായിരിക്കും ബോണ്ട് പ്രൈസ് കുറയുന്നുണ്ടാവുക. അതും കാത്തു നിന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു പൈസ എന്ത് ചെയ്യണം, അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. മണി എന്ത് ചെയ്യുന്നില്ല, അവർ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തായിരിക്കും, നമ്മുടെ മോണിറ്ററി പോളിസി എന്തായിരിക്കും, ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തായിരിക്കും, നമ്മുടെ മോണിറ്ററി പോളിസി എന്തായിരിക്കും, ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തായിരിക്കും, ഇൻഎഫക്റ്റീവ് ആയിരിക്കും. ഇൻഎഫക്റ്റീവ് ആവാനുള്ള റീസണാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ബോണ്ട് പ്രൈസും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മോണിറ്ററി പോളിസി എന്തായിരിക്കും, ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തായിരിക്കും, ഇൻഎഫക്റ്റീവ് ആയിരിക്കും. ഫിസ്ക്കൽ പോളിസിയിൽ എന്തായിരിക്കും, ഇഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഫിസ്ക്കൽ പോളിസി എന്തായിരിക്കും, ഇഫക്റ്റീവ് ആയിരിക്കും. ലിക്വിഡിറ്റി ട്രാപ്പിൽ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവും അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി എന്തായിരിക്കും, ഇഫക്റ്റീവ് ആയിരിക്കും.
ഓക്കെ, പിന്നെന്താണ് നമ്മളോട് പറയുന്നത്? ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തായിരിക്കും? LM കർവ് ഈസ് ഹൊറിസോണ്ടൽ. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി LM കർവിൻ്റെ കേസ് എടുക്കുന്നത്. സോ ISLM അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നതാണ് 2 കർവുകളുണ്ട്. ഒന്ന് LM ഉണ്ട്, ഒന്ന് IS ഉണ്ട് അല്ലേ. IS എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണെങ്കിൽ LM എന്ന് പറയുന്നത് എന്താണ്? മണി മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണ് അല്ലേ. എക്സ്പ്ലെയിൻ ചെയ്തുതരാം. LM കർവ് എന്ന് പറയുന്നത് എന്താണ്? IS കർവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൊഡക്റ്റ് മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണെങ്കിൽ LM കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മണി മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണല്ലേ. പ്രൊഡക്റ്റ് മാർക്കറ്റ് ആണ്, LM എന്ന് പറയുന്നത് മണി മാർക്കറ്റ്. അപ്പോൾ ഇവർ സൈമൾട്ടേനിയസ്ലി ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് ഈക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകത്തെയും അതുപോലെ തന്നെ ഈക്വിലിബ്രിയം ലെവൽ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ISLM അനാലിസിസ് എന്ന് പറയുന്നത്. ബേസിക്കലി ISLM അനാലിസിസിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം അതുപോലെ തന്നെ IS കർവ് ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് നോക്കി വെക്കണം. കാരണം അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതായത് ഇപ്പോൾ IS ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടാ, അതുപോലെ തന്നെ നമ്മുടെ കൺസംഷൻ കൂടാ, MPC കൂടാ, ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ IS ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. LM ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കൂടുന്ന സമയത്ത് അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറയുന്ന സമയത്ത് അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. സോ LM കർവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മണി മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണല്ലേ. മണി മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലിക്വിഡിറ്റി പ്രിഫറൻസ് ഈക്വൽ ടു എന്തായിരിക്കും? സപ്ലൈ ഓഫ് മണി ആയിരിക്കും അല്ലേ. ലിക്വിഡിറ്റി പ്രിഫറൻസ് ഈക്വൽ ടു എന്തായിരിക്കും? സപ്ലൈ ഓഫ് മണി ആയിരിക്കും. സപ്ലൈ ഓഫ് മണിയാണ്. അപ്പോൾ LM കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിക്വിഡിറ്റി ട്രാപ്പിൽ ആക്ച്വലി എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും അല്ലേ. ഹൊറിസോണ്ടൽ ആയിരിക്കും. കാരണം എന്തായിരിക്കും? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരിക്കും എന്ന് പറയുന്നത് LM കർവ്. ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തായിരിക്കും? LM കർവ് എന്തായിരിക്കും? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരിക്കും. ഇലാസ്റ്റിക് ആയിരിക്കും. സോ നമുക്കറിയാം ലിക്വിഡിറ്റി പ്രിഫറൻസിൻ്റെ കർവ് നമുക്കറിയാം എന്തായിരിക്കും? ഇത് ആദ്യം എന്ത് ചെയ്യുന്നു? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരുന്നു. തന്നെ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് എത്തുമ്പോൾ എന്തായിരുന്നു? അത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ഇതാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് ഇലാസ്റ്റിക് പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പെർഫെക്റ്റ് ഇലാസ്റ്റിക് പോർഷൻ എന്ന് പറയുന്നത് LM കർവിൻ്റെ എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് കാണിക്കുന്നത്. LM കർവിൻ്റെ എന്താണ്? പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്താണ്? LM കർവ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്തായിരിക്കും? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരിക്കും. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പാരലൽ ടു OH ആക്സിസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? അതെന്തായിരിക്കും? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരിക്കും കേട്ടോ. പെർഫെക്റ്റ് ഇലാസ്റ്റിക്. സോ നമുക്കറിയില്ല പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് നമ്മൾ പഠിച്ചിട്ടില്ലേ. പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരിക്കും എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ട്രാപ്പിൽ നമ്മുടെ LM കർവ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരിക്കും കേട്ടോ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഫിസ്ക്കൽ പോളിസി ഈസ് ഇൻഎഫക്റ്റീവ് ആൻഡ് ഇക്കണോമീസ് ഇൻ ലിക്വിഡിറ്റി ട്രാപ്പ്. നമ്മൾ പറഞ്ഞു ഫിസ്ക്കൽ പോളിസി ഇൻഎഫക്റ്റീവ് അല്ല, മറിച്ച് ഫിസ്ക്കൽ പോളിസി എഫക്റ്റീവ് ആണല്ലേ. ഏത് പോളിസിയാണ് ഇൻഎഫക്റ്റീവ് ആവുന്നത് ലിക്വിഡിറ്റി ട്രാപ്പിൽ? മോണിറ്ററി പോളിസിയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഇൻഎഫക്റ്റീവ് ആവുന്നത് എന്തിൽ? നമ്മുടെ ലിക്വിഡിറ്റി ട്രാപ്പിൽ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. സോ ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ് ആണ്. സോ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു ഫസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഒരു 10 more ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഷിഫ്റ്റ് 1 മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു 10 more ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും വിട്ടുപോയവരുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും മിസ്സായി പോയവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.